കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്നാണല്ലോ കിഫയെ സംബന്ധിച്ച് ശ്രീ അലക്സ് ഒഴികയിൽ ഞാൻ വിമർശനപരമായ ഒരഭിപ്രായമാണ് പറയുന്നത്. അത് ഞാൻ ഡയറക്റ്റ് നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല. എനിക്ക് ഞാൻ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഭൂരിപക്ഷവും വയനാട്ടിലെ ഈ റിസോർട്ട് ലോബിയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊരു അസോസിയേഷനായിട്ടാണ് പൊതുവിൽ ഈ UDFിലെ തന്നെ ഒരു വിഭാഗം സംസാരിക്കുമ്പം അവർ പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങളും ആ തരത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമല പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് ചില നേതാക്കൾ തന്നെ, കോൺഗ്രസിൻ്റെ UDFിലെ നേതാക്കൾ തന്നെ എന്നോട് പറഞ്ഞത്. എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് അതിൻ്റെ നിങ്ങളുടെ കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷേ വരുന്ന വിവരം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവിടുത്തെ ഫാർമേഴ്സിനെയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ആണുള്ള പേര് തന്നെ. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. ആ വിമർശനത്തിന് താങ്കൾ അതിൻ്റെ നേതാവായതുകൊണ്ട് എന്താണ് മറുപടി എന്ന് ഞാൻ അങ്ങയോട് മറുപടി പറയാൻ അവസരം കൊടുക്കാം. ശരി, പറയൂ ശ്രീ അലക്സ്. കർഷകരുടെ സംഘടനയാണോ റിസോർട്ടുകാരുടെ സംഘടനയാണോ കിഫ? അഭിലാഷെ, വളരെ വ്യക്തമായിട്ടുള്ള മറുപടി ഈ വിഷയത്തിലുണ്ട്. അഭിലാഷിനെ അറിയാലോ, കഴിഞ്ഞ 5 വർഷമായി നമ്മൾ എത്ര തവണ ഈ വന്യമൃഗശല്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് അഭിലാഷിന് അറിയാം. മാതൃഭൂമി ന്യൂസിൽ തന്നെ അതിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും റിസോർട്ട് മാഫിയക്കാർക്ക് അല്ലെങ്കിൽ റിസോർട്ടുകാർക്കോ വേണ്ടി ഒരു വാക്ക് കിഫ എന്ന സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കുക. അദ്ദേഹം ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളുടെ പേര് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വലിയ ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് മെമ്പറോ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്തല്ല കിഫ പോലുള്ളൊരു സംഘടനയെ നിങ്ങൾ അളക്കേണ്ടത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളിൽ കിഫ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അവിടെയുള്ള ജനത്തോട് നിങ്ങൾ ചോദിക്കുക. ബഫർ സോൺ വിഷയം, ESA വിഷയം, അതുപോലെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വനനിയമ ഭേദഗതി അടക്കം കിഫ എന്ന സംഘടന ഡിസംബർ 12-ന് ഞാൻ ചെയർമാൻ എന്ന നിലയിൽ വന്ന് ലൈവ് വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ജോസ് കെ മാണി അടക്കമുള്ള നിങ്ങളുടെ നിലവിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവ് അടക്കം ഇതിൽ പ്രതികരിച്ചു തുടങ്ങിയത്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് വനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയത്തിൽ കിഫ എന്ന് പറയുന്ന സംഘടനയാണ് കേരളത്തിലെ തോട്ട് ലീഡർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നത് മറ്റു സംഘടനകൾ ഏറ്റുപിടിക്കുന്നു എന്നതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നടന്ന ചർച്ചകളും വീഡിയോകളും കാണുക. നിങ്ങളുടെ തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. മാതൃഭൂമിയിൽ തന്നെ നടന്ന ചർച്ചകളുടെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അദ്ദേഹത്തിന് മൊബൈൽ നമ്പറും തന്നാൽ മതി. അതാണ് അതിനുള്ള പ്രതികരണം. രണ്ടാമത്തെ കാര്യം, അഭിലാഷ്, ഇതുവരെ ഈ ചർച്ച തന്നെ നിങ്ങൾ എടുക്കുക. ഇതിലിപ്പോൾ 90% സമയവും യാതൊരു അർത്ഥവും ഇല്ലാത്ത കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയാണ്. വണ്ടൂരിലായിരുന്നു നിൽക്കും, നിലമ്പൂരിലായിരുന്നു നിൽക്കും, UDF എന്ത് സംഭവിക്കും, LDF എന്ത് സംഭവിക്കും, ഇതാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം? ഇതിന്റെ കോർ വിഷയം എന്താ? ഈ വന്യമൃഗശല്യം എന്ന വിഷയത്തിലുള്ള സൊല്യൂഷൻ എന്താ? ഇപ്പൊ UDFകാർ PV അൻവറിന് അനുകൂലമായിട്ട് വലിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. UDFന് പറയാൻ പറ്റുമോ? PV അൻവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പറഞ്ഞ വനനിയമ ഭേദഗതി തള്ളും, കൃത്യമായിട്ട് അതിന്റെ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടുള്ള എന്താണ് അതിനകത്ത് പ്രശ്നമെന്ന് ഞങ്ങൾ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. UDFിലെ എല്ലാ മെമ്പർമാർ 140 മെമ്പർ ഞങ്ങൾ കത്തയച്ചിട്ടുമുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വനനിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്ന് പറയാനുള്ള ആർജവം ഇവിടുത്തെ UDF നേതൃത്വത്തിനുണ്ടോ? അത് പറഞ്ഞുകൊണ്ടാണ് അവർ PV അൻവറിന് പിന്തുണ കൊടുക്കുന്നതെങ്കിൽ അത് ആത്മാർത്ഥമുണ്ടെന്ന് പറയാം. ഇനി അതല്ല, LDFിന്റെ ആൾ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന വനനിയമ ഭേദഗതിയിൽ വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ നിലപാട്? അദ്ദേഹം ഈ ചർച്ചയിൽ LDFിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന അദ്ദേഹം നിലപാട് പറയട്ടെ. നിങ്ങൾ ഫോറസ്റ്റുകാർക്ക് അനിയന്ത്രിതമായിട്ടുള്ള അധികാരം, പോലീസിന്റെ അധികാരം ഫോറസ്റ്റുകാർക്ക് കൊടുക്കുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് നിയമസഭ പാസ്സാക്കിയിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷെ ക്യാബിനറ്റ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ജോസ് കെ മാണിയുടെ പാർട്ടിക്കാർ റോഷി അഗസ്റ്റിൻ എന്ന കർഷക മന്ത്രി ഇരിക്കുന്ന മന്ത്രിസഭ കർഷക ജനതയ്ക്ക് മുഴുവൻ തുറന്ന ലോക്കപ്പിലേക്ക് ഇടുന്ന രീതിയിലുള്ള അധികാരങ്ങൾ കൊടുത്തിരിക്കുക. അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ അത് പറ. കിഫയ്ക്ക് മാർക്കറ്റിലൊക്കെ അവിടെ നിൽക്കട്ടെ. കിഫയുടെ മാർക്ക്, കിഫ ഇടപെടുന്ന മേഖലയിൽ ജനങ്ങൾ കിഫയ്ക്ക് മാർക്കിട്ടോളും. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടുമളയും താമ്രപത്രവും ഞങ്ങൾക്ക് വേണ്ട. ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വിഷയത്തിലേക്ക് വാ. കക്ഷി രാഷ്ട്രീയം നിങ്ങൾ നിർത്ത്, ജാതി മതം നിങ്ങൾ നിർത്ത്. മനുഷ്യന്റെ ജീവൽ പ്രശ്നമാണ്. 115 ആളുകളെ ആന കൊന്നിരിക്കുന്ന കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം. ഒരു വർഷം ശരാശരി 100-120 ആളുകളെ കൊല്ലുക. 10 വർഷം കൊണ്ട് 1200 പേരെ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിന് ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമേ ഇതിന്റെ പരിഹാരമുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിയമപ്രശ്നം എന്ന് പറയുമ്പോൾ ആരാ നിയമം ഉണ്ടാക്കിയത്? ഇവിടുത്തെ നിയമസഭയും പാർലമെന്റും അല്ലേ? ആ നിയമസഭയിലും പാർലമെന്റിലും നിങ്ങളുടെ നിലപാടെന്താ? ഈ പ്രശ്നത്തിന് പെർമനന്റ് ഉള്ള ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾ പറയൂ. കേന്ദ്ര നിയമമാണെന്ന് പറയുന്നു. ഇപ്പൊ എന്തായാലും നിയമത്തിന്റെ കരടല്ലേ ആയിട്ടുള്ളൂ. നിയമസഭ ചർച്ച ചെയ്യട്ടെ. നമുക്ക് ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് നിയമനിർമ്മാതാക്കളാണ് തീരുമാനിക്കേണ്ടത്.